ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യത്തിൽ അഭിനയിച്ച സിനിമാ താരങ്ങൾക്കെതിരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെതിരെയും കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. വിജയ് ദേവരകൊണ്ട, റാണ ദഗ്ഗുബാട്ടി, പ്രകാശ് രാജ്, നിധി അഗർവാൾ, മഞ്ജു ലക്ഷ്മി എന്നീ താരങ്ങൾക്കെതിരാണ് ഇ.ഡി. കേസ് രജിസ്റ്റർ ചെയ്തത്. രണ്ട് ടെലിവിഷൻ അവതാരകരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇവർക്കെതിരെ വൈകാതെ സമൻസ് അയക്കുമെന്ന് ഇ.ഡി. അറിയിച്ചു. 29 സിനിമാ താരങ്ങൾ, ഹർഷൻ സായ് ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ലോക്കൽ ബോയ് നാനി എന്ന യൂട്യൂബ് ചാനലിന്റെ നടത്തിപ്പുകാരൻ എന്നിവർക്കെതിരെ നിലവിൽ ഇ.ഡി. അന്വേഷണങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ വലിയ തുകകൾ ഇടപാടുകൾ നടന്നിട്ടുണ്ടാവാം. അത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ളതാം അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. ജഗ്ലി റമ്മിയുടെ പ്രൊമോഷനുമായി റാണ റതുകുബഡിയും പ്രകാശ് രാജും, A23യുടെ വിജയ് ദേവഗുണ്ടയായാലോ, യോലോ 2047 മഞ്ജു ലക്ഷ്മി, ഫെയർ പ്ലേ എന്ന ബെറ്റിംഗ് ആപ്പിനൊപ്പം പ്രണീത, ജീത് വിൻ എന്നിവർക്കും നടി നിധി അഗർവാളും സഹകരിച്ചതായി എഫ്ഐആറിൽ പറയുന്നു. ഓൺലൈൻ പോപ്പ് അപ്പ് പരസ്യങ്ങളിലൂടെ അഭിനേതാക്കളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഈ വാതുവെപ്പിനെ പ്ലാറ്റ്ഫോമുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഉപഭോക്താക്കളുടെ നിയമവിരുദ്ധമായ ചൂതാട്ടത്തിൽ ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതുമായി ആരോപണങ്ങളുണ്ട്. അതേസമയം സ്കില്ലിനെ അടിസ്ഥാനമാക്കിയുള്ള ഗെയിമിംഗായ A23 ബ്രാൻഡ് അംബാസഡർ മാത്രമായ വിജയ് ദേവരകൊണ്ടാണ് നടൻ ലീഗൽ പ്രസിൽ പ്രതികരിച്ചു. സ്കിൽ ബേസ്ഡ് ഗെയിം എന്ന നിലയിൽ റമ്മിയെ സുപ്രീംകോടതി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു, ഇത് ഭാഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ചൂതാട്ടത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അവർ പറയുന്നു. റാണ ദഗ്ഗുബാട്ടി തന്റെ ലീഗൽ ടീം വഴി പ്രസ്താവന പുറത്തിറക്കി. സ്കില്ലിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള ഗെയിമിംഗ് ആപ്പുമായി തനിക്കുണ്ടായിരുന്ന ബന്ധം 2017 അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അനുവദിക്കപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമാണ് എല്ലാ പ്രചാരണ പരിപാടിയും നടത്തിയെന്നും അവ നിയമപരമായി പരിശോധനയ്ക്ക് വിധേയമായിരുന്നു എന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. 2016 താൻ ജഗ്ലി റമ്മിയുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് നടൻ പ്രകാശ് രാജ് വ്യക്തമാക്കി. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ കരാർ അവസാനിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനുശേഷം ചൂതാട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിലും താൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.